പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂരയാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ, എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും. ഓർമ്മയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ്, അയാൾക്ക് ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല. 2 തരം ഓർമ്മകൾ, ആത്മീയ ഓർമ്മകളുണ്ട്. 2 തരം ആത്മീയ ഓർമ്മകളുണ്ട്. ഒന്ന്, നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ. പക്ഷെ ഇത് ചിലപ്പോൾ 2 ഫംഗ്ഷനായി മാറും. ഇപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ്? പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അതിൽ ഈശോ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു.
ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പെസഹ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ, കൃപയുടെ സ്നിഗ്ധമായ ആത്മാവോടെ നമ്മൾ ഒരു പെസഹായിലൂടെ പോവുകയാണ്. കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത ഓർമ്മ. പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല്, എൻ്റെ ഓരോ പ്രാർത്ഥനകളെ, ഓരോ കുർബാന, ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ, എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം. അല്ല എൻ്റെ രീതിയിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തുള്ളൂ. പെസഹ രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസഹ രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും. ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഭക്തിയല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത്. ഒരു ഉപകരണമാണ്. അതെന്താണ്? ഒരു മീൻസാണ്, നോട്ട് എൻ്റെ. അതൊരു മീൻസാണ്, അത്രേ ഉള്ളൂ. ഭക്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള സംയോഗമാണ് വിഷയം. അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ഇപ്പോൾ ഒരു അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവന് ബോധമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും. ഇപ്പം നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാർനാഫർണിയാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്ത നല്ലതാണ്. ഏകാഗ്രതയോടെ ചെയ്യണം. ഏകാഗ്രത പോകരുത് ഒരിക്കലും. പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു. മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണല്ലേ. ദൈവത്തെ ചെയ്യാവുന്നൊരു മാക്സിമമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമുക്കതിൻ്റെ നിന്ന് അഭിഷേകമായിട്ട് മാറുന്നത്. ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ്. ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ശക്തി വരുന്നത്. ഒരു വ്യക്തിക്ക് അവൻ എംപവർ ആൻഡ് ആംഡ് ആകണം. അങ്ങനെയാണ്. അതാണ് കുർബാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻറ്റിമസിയൊക്കെ ഉണ്ട്, പക്ഷേ എംപവറിങ് ആണ്. വെച്ചാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ്. ക്രിസ്തുവിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ലാണ് കുർബാനയുടെ. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു, മാളെ കെട്ടിക്കണ കാര്യം പറഞ്ഞു, ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു. വാട്ട് നോൺസെൻസ്. അപ്പോൾ ഇനി കാര്യം എന്താ? ഇപ്പോൾ ഇത് ഒരു കാലത്ത് നോൺസെൻസ് അല്ലായിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം. ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ. അപ്പോൾ ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിൻ്റെ ആത്മാവും അന്തരംഗവും ഉണ്ടാകണം. അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്. ഇനി നമ്മളെ കർത്താവ് ഓർക്കണത് അത് വേറെ വിഷയമാണ്. ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. അൾത്താറയിൽ അനുഷ്ഠിച്ച ദിവ്യരഹസ്യങ്ങളെ തെരുവിൽ സാക്ഷ്യമായി ജീവിക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം. അല്ല രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഓർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്നാ, ബethനിയിലെ മറിയമല്ലേ. അവർ കാര്യം ഓർക്കുമ്പോൾ നമുക്ക്
ഹൃദയം തറസിക്കും. പക്ഷെ ഞാൻ എന്താ പ്രശ്നം വെച്ചാൽ അവർ ഈ നാർദൻ സുഗന്ധ തൈലം എടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശുകുശിപ്പും പെറുപെറുപ്പും തോന്നിയവാസവും അവളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല, യൂദാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ല, അത് എക്കാലത്തും ഉണ്ടാവും. ദൈവത്തെ പേടിയില്ലാത്തവർ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. വലിയ പള്ളികളെ വെക്കുന്നതിനെക്കുറിച്ചൊക്കെ അവൻ സംസാരിക്കും. അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് വീട് വെക്കാൻ തന്നെ ചോദിക്കും. ചുമ്മാ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് എടുത്തത് കൊണ്ടുമാണ് അവനങ്ങനെ ചോദിച്ചതെന്ന് വചനം പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്നുകൊണ്ട് ആൾക്കാർ ദൈവകൃപാന ഇരിക്കുന്നു. ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും, ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട്. ഒരു സാധാരണ പള്ളിയാണ് വെച്ചിരിക്കണം. ഞങ്ങൾ ചെറിയ ഇടവക്കാരായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് അൾത്താരയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാര്യം അൾത്താരയ്ക്ക് ഒരു 10-20 ലക്ഷം 15 ലക്ഷം രൂപയെങ്കിലും വേണം. ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു, എനിക്ക് അൾത്താര ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അൾത്താര ഈശോ ഇരിക്കുന്ന സ്ഥലമാണ്. ആ കാശെടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ, ആ കാശെടുത്ത് പാവത്തൊക്കെ വീട് വെച്ച് കൊടുത്തില്ല, ഞാൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ്. അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയും ഒത്തിരി കാര്യങ്ങൾ. ദൈവം ആരാണെന്നും കുർബാനയിൽ ആരാണ് ഇരിക്കണത്, ആരാണ് ഉള്ളതെന്നൊക്കെ അറിയാവുന്നതിന് അങ്ങനെ സംസാരിക്കത്തില്ല. അറിയില്ലാത്തത് അങ്ങനെ സംസാരിക്കും. അവൻ ആൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ആർക്കും കൊടുക്കുന്നത് വേറെ വിഷയം. അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മൾ സീസറിനുള്ളത് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല, കർത്താവിൻ്റെ ഒരു വിഷയം. ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത്. പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണമെന്ന് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? ഇത് പാവത്തങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്താ നാർദൻ സുഗന്ധ തൈലമേ 300 ദനാരക്കുള്ള ഒഴിച്ചിരിക്കണ കാലയിൽ. ആ 300 ദനാര എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദനാറ. ഈ യഹൂദന് 300 ദിവസമേ ഉള്ളൊരു വർഷം. ബാക്കിയെല്ലാം 52 ശനിയാഴ്ച പോകും. 365 ദിവസത്തിൽ 52 ശനിയാഴ്ച പോകും. പിന്നെ കൂടാര തിരുനാൾ, വേറെ തിരുനാളെല്ലാം കൂടി ഈ 65 ദിവസവും പോകും. പിന്നെ 300 ദിവസമേ ഉള്ളൂ. ആ 300 ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കർത്താവിൻ്റെ പാദത്തെങ്കിൽ സുഗന്ധയിലുമായിട്ട് ഉപേക്ഷിക്കുന്നത്. ജീവൻ മരിച്ച് കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ച് കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും. അപ്പോഴാണ് യൂദാസിനെ പോലെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ, കൂടാളത്തിൻ്റെ പോലെ ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയാണ് അയാളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാം. ലക്ഷ്യം വേറെയാണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവളെ വിഷമിപ്പിക്കാതിരിക്കുമോ? അത് കേട്ടെ, ആ വചനം ഒന്ന് കേട്ടെ. 10:26-11. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം അടിപൊളി ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി, ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അപ്പൊ അവളെ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ? അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ട്. അതിനെന്ത് ചെയ്യാന്നറിയാവോ? അൾത്താരയ്ക്ക് വെളിയിൽ, മനുഷ്യരുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ ഇടയിൽ, ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം. അങ്ങനെയാണെങ്കിലുണ്ടല്ല, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഒരു 1-1.5 ഓർമ്മയായിരിക്കും. ചിലർ ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും, പക്ഷെ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല. അവർക്ക് ജീവിതത്തിലില്ല, കുടുംബത്തിലില്ല, ദൈവത്തിന് വേണ്ടി
ഒന്നും ചെയ്യത്തില്ല. ഇപ്പം അൾത്താരയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകളില്ലാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താര വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കത്തില്ല. ഇപ്പം 2 ഓർമ്മയാണ് ഉള്ളത്. ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം, അതാണ് പരിശുദ്ധ കുർബാന. മറ്റത് ദൈവം നമ്മളെ ഓർക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. റൈറ്റിങ്ങിന് C+ കിട്ടി, ഞാൻ പാസ്സായി. എനിക്ക് UK പോകാനുള്ളതൊക്കെ എൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ 17-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒക്ടോബർ 20-ാം തീയതിയോടെ ഞാൻ UK പോകാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഞാൻ ഡൽഹിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ എൻ്റെ മോന് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, എക്സിമ എന്ന്. അതിനുവേണ്ടി ഞാൻ തനിയെ തന്നെ ഈ സാക്ഷ്യങ്ങൾ കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവൻ്റെ ഇടത് ചെവിയുടെ പുറകിലൊരു വ്രണം പോലെ ആയി മാറിയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനോട് കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഒരു 4.5 years ആയിട്ടുണ്ട് അവന് ചെറുതായിട്ട്. അത് കടുത്ത് വരുന്നതല്ലാതെ കുറയുന്നില്ല. ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നൊക്കെ മാറി ട്രൈ ചെയ്തിരുന്നു, പക്ഷേ അത് പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അതിനെയും കൂടി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇത്രയും വർഷം മരുന്ന് കഴിച്ചിട്ട് അവനതൊരു ചേഞ്ച് ആവുന്നില്ലായിരുന്നു, കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ്റെ ചെവിയിലെ ചെവിയുടെ പുറകിലുണ്ടായിരുന്ന എക്സിമയുടെ അസുഖം കംപ്ലീറ്റായിട്ട് മാറി. അവിടെ ഒരു അത്രയും വലിയ വ്രണവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അവൻ്റെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നുമില്ല. അവൻ തന്നെ പൂർണ്ണമായി മറന്നുപോയി. അവൻ തന്നെ മുട്ടയിൽ നിന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കും മോനെ ശരിയാവും എന്ന്. അവൻ കുഞ്ഞാണ്, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷേ അവൻ തന്നെ ഇപ്പം അത് മറന്നുപോയി. അത് പൂർണ്ണമായി അവന് സൗഖ്യം കിട്ടി അതിൽ നിന്ന്. എൻ്റെ പേര് സാലി ജോസഫ്. ഞാൻ വയനാട് ജില്ല കോട്ടത്തറ എന്ന പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ ഞാൻ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി 2022 ജനുവരി 24-ാം തീയതിയാണ് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ അതിൽ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചിറ്റപ്പൻ്റെ മകൻ വഴി പ്രശ്നമായിട്ട് 2-3 കൊല്ലമായിട്ട് സംസാരിക്കുകയൊന്നുമില്ലായിരുന്നു. അപ്പം അതിന് ഞാൻ ചെന്ന് ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ചെന്ന് രമ്യതയിൽ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് പിന്നെ അവനും വർത്താനം പറയാൻ തുടങ്ങി. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ രമ്യതയിൽ തന്നെ പോകുന്നു.
പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി വന്ന് എടുത്തു. ഇതിൽ ഉപ്പും തൈലവും ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ കിട്ടി. ഞാൻ ആ ഉപ്പും തൈലവും ഉപയോഗിച്ച് എനിക്ക് ഫംഗസ്, ചെവിയിൽ ഫംഗസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ചെവിക്ക് ഭയങ്കര കടിയും പറ്റുമായിരുന്നു. അത് രണ്ടും കൂടെ ചാലിച്ച് വിശ്വാസ പ്രമാണം ജലി കുരിശടയാളം ഇട്ട് ഞാൻ എൻ്റെ ചെവിയിൽ തേച്ചു. അപ്പോൾ അത് പിറ്റേ ദിവസം തന്നെ പൂർണ്ണമായിട്ടും അത് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ അലർജി തുമ്മൽ, അത് ആദ്യം എനിക്ക് കണ്ണിന് കടിയും മൂക്ക് കടിയൊക്കെ ഇങ്ങനെ വരും. അതേ തുടർന്ന് അടുപ്പിച്ച് കുറേ തുമ്മൽ, തണുപ്പടിച്ച് കഴിഞ്ഞാൽ അന്നേരം എനിക്ക് തുമ്മൽ വരും. അങ്ങനെയായിരുന്നു. 3-4 വർഷമായിട്ട് അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈലവും ഉപ്പും ഉപയോഗിച്ച് പരട്ടിയതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി ഈ 2 രോഗങ്ങളും സുഖമായി കിട്ടി. പിന്നെ ഇതിൽ കാശുരൂപം പിടിച്ചെന്നെ പിന്നെ അതിർത്തിയിൽ കൂട്ടം കൂടിയിരുന്ന് മദ്യപാനികളിരുന്ന് മദ്യം കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കാശുരൂപം എടുത്തുകൊണ്ട് പോയി. എനിക്കതൊരു വല്ലാത്ത വിഷമായി തോന്നി. അപ്പോൾ കാശുരൂപം എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറേ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരിക്കലും അവിടെ ഇരുന്ന് മദ്യപാനം നടത്തുകയോ അങ്ങനെയുള്ള കൂട്ടം കൂടി ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയത് വികസനത്തിൻ്റെ പരിപാടിയായിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ ആ കാര്യം എഴുതാൻ മറന്നു പോയായിരുന്നു. അന്ന് ഞാൻ പിള്ളേരോട് പറഞ്ഞു, അയ്യോ ഞാൻ മറന്നു പോയല്ലോടി അത് എഴുതി വയ്ക്കാൻ. കുറേ കൊല്ലമായി അത് പാലം അവിടെ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പാലം വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു, ഇനി ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയിൽ വയ്ക്കുമെന്ന് വിചാരിച്ചു. അന്ന് ആ തീരുമാനം എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതാ JCB വന്നു പാലത്തിൻ്റെ പണി തുടങ്ങുകയും ചെയ്തു. ആ പാലപ്പണി പൂർത്തിയാവുകയും ചെയ്തു. ഉദ്ഘാടനം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പണി പൂർത്തിയായി. പിന്നെ എൻ്റെ കാലിന് ഉപ്പൂറ്റിയിൽ നീരുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ പഴയ ധ്യാനം കൂടിയപ്പം അച്ഛൻ പറഞ്ഞ് തടിപ്പോ നീരോ ഉള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് മുട്ടയിൽ നിന്ന് കൈവച്ച് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നീരുള്ള സ്ഥലത്ത് പ്രാർത്ഥിച്ചു. അതും സുഖമായി. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡീനു. ഞാൻ വടകര സെൻറ്റ് ജോൺസ് പള്ളി ഇടവകാംഗമാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. അത് ഒരു 2 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം വന്ന അലർജിയാണ്. ഡസ്റ്റ് അലർജി അന്ന് തന്നെ കണ്ടുപിടിക്കാൻ 5 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. മെഡിസിൻസ് 5 ആൻറ്റിഹിസ്റ്റമിൻസാണ് എടുത്തുകൊണ്ടിരുന്നത്. സാധാരണ ഡോക്ടേഴ്സ് ആൻറ്റിഹിസ്റ്റമിൻസൊക്കെ ഡോസൊക്കെ കുറച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മാസങ്ങൾ കഴിയുന്തോറും ആ ഡോസ് കൂട്ടി വന്നു. ലാസ്റ്റ് സ്റ്റിറോയിഡ് തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഇങ്ങ് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, നീ ഒരു നിയോഗമായിട്ട് ഇത് എഴുതിയിടണം. ഞാനത് എഴുതിയിട്ടു. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരു റോഡ് പോലും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ കാലും കൈയൊക്കെ എവിടെയൊക്കെ എക്സ്പോസ് ആവുന്നുണ്ടോ അവിടെ എല്ലാം എനിക്ക് തടിച്ചു വരുമായിരുന്നു. അപ്പം നിങ്ങളോർക്കും ഡസ്റ്റ് അലർജി ഇവിടെ മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ എൻ്റെ ശരീരത്തിൽ എനിക്ക് തലയോട്ടിയിലും ജെനിറ്റാലിയിലും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സിവിയർ ആർട്ടിക്കാരിയ, അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, തടിച്ചു വരുമായിരുന്നു. മരുന്നുകളിലൊന്നും ഭേദമായില്ല. ഇവിടെ വന്ന് ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, വടകരയിൽ നിന്നാണ് വരുന്നത്. വടകരയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് കൊതുക് കടിച്ച പോലെ ഒന്നോ രണ്ടോ അവിടെ നമുക്ക് കൊതുക് കടിച്ച് എന്തോരം വരും, അത്ര മാത്രമേ എൻ്റെ ശരീരത്തിൽ ഉന്തിയുള്ളൂ. പക്ഷെ അന്ന് വൈകിട്ട് തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് വന്നിട്ടില്ല. ഞാനൊരു മരുന്നും എടുക്കുന്നില്ല. യേശുവേ സ്തോത്രം. അടുത്തതായിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ വിസ ഒത്തിരി നാൾ വൈകിയായിരുന്നു. പച്ചച്ചൻ വിദേശത്ത് പോയിരിക്കുകയാണ്. അതിനും അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. പിന്നെ എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകാൻ ഞാൻ നിയോഗമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. വിവാഹിതയായി ഞാൻ ജൂണിൽ. മാതാവിനോട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് വർഗീസ് തോമസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 ജൂലൈ മാസം 1-ാം തീയതി ഉടമ്പടി എടുത്തു. ജനുവരി 1-ാം തീയതി ഞാൻ പുതുക്കുകയും ചെയ്തു. 2020 എനിക്ക് 4 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. ഞാനത് അന്നേരം തന്നെ ആൾക്കാരെ പറയുകയും ചെയ്തു, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതിൽ സാക്ഷ്യത്തിൽ പറയാനായിട്ട് ഇനിയും ഒരു കാര്യമുണ്ട്. ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. 31 വർഷം ഞാൻ റെൻറ്റ് കെട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്കൊരു നല്ല വീടും
എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല വീട് വെക്കുമ്പോൾ ഒരു ഗ്രോട്ടോയും കൂടെ പണിയാനുള്ള ഒരു സ്ഥലം കൂടെ കിട്ടണമെന്ന്. അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, എന്നാലും എനിക്ക് നല്ലൊരു സ്ഥലവും കിട്ടി. ഡെഡ് എൻഡാണ്. അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ട പണിയാൻ എനിക്ക് സാധിച്ചു. മാതാവിന് ഒരു ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ ടോണി. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ പള്ളിക്കുന്ന് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു. എൻ്റെ മൂത്ത മകന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ നിയോഗമായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ +2 അവന് 94.5% കൂടി അവന് വിജയം ലഭിച്ചു. പിന്നീട് എന്ത് പഠിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അവൻ എൻട്രൻസിന് അപേക്ഷ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എൻട്രൻസിന് അപേക്ഷ വയ്ക്കാനായിട്ട് മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ചു. മാതാവിൻ്റെ തൈലം തലയിൽ തേച്ചു. ഞങ്ങൾ